പൊന്നാനി ഉറൂബ് ലൈബ്രറിക്ക് തറക്കല്ലിട്ടു. പൊന്നാനി നഗരസഭ 80 ലക്ഷം രൂപ ചിലവിലാണ് ഉറൂബിന്റെ ഓർമ്മകളിൽ സ്മാരകം പണിയുന്നത്. പൊന്നാനി അങ്ങാടിയിലെ കിണർ സ്റ്റോപ്പിനടുത്താണ് ഉറൂബിന്റെ ഓർമ്മകൾ മേയുന്നൊരു ആധുനിക സ്മാരക കേന്ദ്രം സ്ഥാപിക്കുന്നത്. സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. പൊന്നാനിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഉറൂബിന്റെ നാട്, ഇടശ്ശേരിയുടെ നാട്, കടവനാട് കുട്ടിക്കൃഷ്ണന്റെ നാട്, ഏറ്റവും ഒടുവിൽ അക്കിത്തത്തിന്റെ നാട്, MTയുടെ നാട് എന്ന രീതി. അതിനപ്പുറം നമുക്കറിയാം മതം മാറുന്ന മൗനത്തിൽ ഇസ്ലാം സഭയുള്ള നാട്, മന്ദിന്റെ നാട്. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച്, പൊന്നാനിക്കാരനെ കുറിച്ച് അവരുടെ മനസ്സിൽ മിന്നിമറിയുന്ന സാഹചര്യം നമുക്കറിയാം. ഉറൂബിന്റെ സാഹിത്യ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഥാലോകത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ മാറ്റുവായിരുന്നാലും സുന്ദരികളും സുന്ദരന്മാരായിരുന്നാലും നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന അദ്ദേഹത്തിന്റെ ഉദാത്തമായ ജീവിത ദർശനങ്ങൾ, തനിക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ, ഒരു കൂട്ടം മനുഷ്യർ, അവരെ കഥാപാത്രങ്ങളാക്കി അവരുടെ ദൈന്യതയും ദുരിതങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഈ കഥാസാഗരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന്. 80 ലക്ഷം രൂപ ചിലവിൽ മികച്ച സൗകര്യങ്ങളോടെ പൊന്നാനി നഗരസഭയാണ് സ്മാരകം നിർമ്മിക്കുന്നത്. നേരത്തെ ഉറൂബ് സ്മാരകം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബലക്ഷയം കാരണം പൊളിച്ചുമാറ്റിയിടത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും 1-ാം നിലയുമായാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബൃഹത് ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങളുടെ ലൈബ്രറി എന്ന നിലയിലാണ് സജ്ജീകരിക്കുന്നത്. ലൈബ്രറി പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും. മുകളിലെ നിലയിൽ മൾട്ടിപർപ്പസ് ഹാളാണ് സജ്ജീകരിക്കുക. പൊന്നാനിയുടെ സാംസ്കാരിക കളരിയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പൊന്നാനി ആർട്സ് കഫേയുടെ കേന്ദ്രമായി ഇതിനെ മാറ്റും. നാടകം ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളുടെ പരിശീലനത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് ഹാൾ ക്രമീകരിക്കുക. ചെറിയ യോഗങ്ങൾക്കുള്ള സൗകര്യമുണ്ടാകും. മുകളിലെ നില എയർ കണ്ടീഷൻ ചെയ്യും. സ്മാരകത്തിന്റെ 1-ാം ഘട്ട നിർമ്മാണത്തിനായി 36 ലക്ഷം രൂപ ഈ വാർഷിക ബജറ്റിലുണ്ട്. 40 ലക്ഷം രൂപ അടുത്ത വാർഷിക പദ്ധതിയിലും ചേർത്തിട്ടുണ്ട്. കെട്ടിടത്തിന്റെ താഴെ നിലയിലെ പ്രവൃത്തികൾ ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MM നാരായണൻ, ബിജു നായരങ്ങാടി, VV രാമകൃഷ്ണൻ, രജീഷ് ഊപ്പാല, ഷീന സുദേശൻ, KM ഇസ്മായിൽ, ബിൻസി ഭാസ്കർ, K എംബിച്ചുകോയ, KV ഹബീബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.